ഊർജ്ജ പ്രതിസന്ധിയിൽ പരിഭ്രാന്തരായി LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യേണ്ടെന്ന് ആവർത്തിച്ച് കേന്ദ്രം. ഹോർമുസ് കടലിടുക്ക് കടന്ന 2 LPG ടാങ്കറുകൾ ഈ ആഴ്ച അവസാനത്തോടെ ഇന്ത്യൻ തീരത്തെത്തും. ഊർജ്ജ പ്രതിസന്ധിയിൽ പരിഭ്രാന്തരായി LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യേണ്ടെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്രം. ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളും നാവികരും സുരക്ഷിതരെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് കടന്ന 2 LPG ടാങ്കറുകൾ ഈ ആഴ്ച അവസാനത്തോടെ തന്നെ ഇന്ത്യൻ തീരത്തെത്തും. 45,000 മെട്രിക് ടൺ LPG വഹിക്കുന്ന പൈൻ ഗ്യാസ് ടാങ്കർ 27 തീയതി മാംഗ്ലൂർ തുറമുഖത്ത് എത്തുമെന്നാണ് വിവരം. 47,600 മെട്രിക് ടൺ LPGയാണ് ജഗ് വസന്ത് LPG ടാങ്കറിലുള്ളത്. 26-ാം തീയതി ജഗത് വസന്ത് ഇന്ത്യൻ തീരത്തെത്തുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ കടുത്ത പാചകവാതക ക്ഷാമത്തിന് നേരിയ ആശ്വാസം പകർന്ന് 2 കൂറ്റൻ ഇന്ത്യൻ കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടക്കുകയാണ്. യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ കടലിടുക്കിലൂടെ ഇറാന്റെ പ്രത്യേക അനുമതിയോടെയാണ് ഈ കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ജഗ് വസന്ത്, പൈൻ ഗ്യാസ് എന്നീ 2 കപ്പലുകളാണ് തിങ്കളാഴ്ചയോടെ സുരക്ഷിത പാതയിലേക്ക് പ്രവേശിച്ചത്. ഫെബ്രുവരി അവസാന വാരം മുതൽ അമേരിക്ക ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം കടുപ്പമേറിയതോടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയുമാണ്. എന്നാൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇറാൻ ഉണ്ടാക്കിയ ധാരണാപത്രം ഈ രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് കടന്നുപോകാൻ അനുമതി നൽകിയിട്ടുമുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്ന് പുതിയ വ്യാപാര റൂട്ട് ശക്തിപ്പെടുത്താൻ സൗദിയും UAEയും ആവശ്യപ്പെടുന്നുണ്ട്. ദമാം, ഷാർജ നേരിട്ട് കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതാണ് റൂട്ട്. കടൽക്കര ഗതാഗതം ഒരുപോലെ ഉറപ്പാക്കിയാണ് വേഗത്തിൽ ചരക്കു നീക്കം നടത്തുക. ഇതിലൂടെ ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കാനും സാധിക്കും. നിലവിലെ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഈയൊരു നീക്കം. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നും ആക്രമണമുണ്ടായിരുന്നു. ആക്രമണത്തിൽ ഖുറം ഷഹർ പ്ലാന്റ് പ്രവർത്തനം നിലച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.